ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ഇന്നൊരു ഡ്രൈ ഡേ ആണ്, എല്ലാ ഫ്രൈഡേയും ഡ്രൈ ഡേ ആണ്. അതുകൊണ്ട് രാവിലത്തെ ഒരു വഴക്കല്ലാതെ കാര്യമായ കണ്ടന്റുകളൊന്നും ഇല്ലാത്ത ഒരു ദിവസം ആയിരുന്നു. പക്ഷെ അപ്പോഴാണ് എന്റെ റിംഗ് കാണാതെ പോയേ എന്ന് പറഞ്ഞ് സുരേഷ് വരുന്നത്. അത് മറ്റൊന്നുമല്ല, ബിഗ് ബോസ് കൊടുത്ത ഒരു പ്രാങ്ക് ടാസ്ക് ആണ്. രാവിലെ ഇതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു ക്യാമറയുടെ മുന്നിൽ വെച്ച് സുരേഷ്. നെസ്റ്റ് ടീം മൊത്തം അറിഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവമാണ്. നെസ്റ്റ് റൂമിലെ ടീം മൊത്തം. നോറയൊക്കെ വളരെ നാച്ചുറൽ ആയിരുന്നു, അതേപോലെ ഷിജോയും ഒക്കെ. എന്റെ പൊന്നോ, പ്രാങ്ക് ആണെന്ന് പറയുന്നതേ ഇല്ലായിരുന്നു, അമ്മാതിരി ആർട്ടിഫിഷ്യല്. സുരേഷിന്റെ ഒരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു, ഞാനും കരഞ്ഞു പോയി. അയ്യോ, മാറ്റി പിടിക്കാൻ പോയിട്ട് കഴിഞ്ഞ സീസണില് മാരാരും ടീംസും ശോഭയെ പ്രാങ്ക് ചെയ്തതിന്റെ 7 അയലോത്ത് പോലും വന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു സംഭവമൊക്കെ ത്രില്ലടിച്ചിരുന്നാണ് ഞാനൊക്കെ കണ്ടത്. ശോഭയുടെ ആ ഒരു റെസ്പോൺസ് ഒക്കെ എമ്മാതിരി ആയിരുന്നു എന്ന് ആ ഒരു സംഭവമൊക്കെ കണ്ടവർക്കറിയാം. അതൊക്കെ കിടുവായിരുന്നു. പക്ഷെ ഇത് വെറുതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയ പോലെയാണ് തോന്നിയത്. ആകെ ഒരു വോ ഫാക്ടർ ആയിട്ട് തോന്നിയത് ആ ഒരു പുതിയ പ്ലാസ്മ ടിവിയും പിന്നെ ലാലേട്ടന്റെ CID രാംദാസുമാണ്. നാടോടിക്കാറ്റിലെ ആ ഒരു സംഭവം. ലാലേട്ടന്റെ ഒരു പ്രസൻസ് എപ്പോഴും ആ ഒരു ഹൗസിൽ ഉണ്ടാവുമെന്ന രീതിയിലുള്ള ആ ഒരു പരിപാടി. ഗ്രാൻഡ് ലോഞ്ചിന്റെ അന്ന് തന്നെ ലാലേട്ടൻ ഇതിനെ സൂചിപ്പിച്ചിരുന്നു. പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ആ ഒരു അലാറം ഒക്കെ അടിച്ച് മൊത്തത്തിലുള്ള മൂഡ് തന്നെ ഷിഫ്റ്റ് ചെയ്ത് ഡ്രൈ ഡേനെ ഒരു ഗംഭീര ഡേ ആക്കി മാറ്റുകയായിരുന്നു ലൈവില്. അപ്പോ ഇതായിരുന്നു ലൈവ് അപ്ഡേറ്റ്സ്. ഫൺ ആയിട്ടുള്ള ഒരു പ്രാങ്ക് ആയിരുന്നു സുരേഷിന്റെയും ടീമിന്റെയും വക. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.